കേട്ടറിഞ്ഞ ദൈവത്തെ കണ്ടറിയുവാനുള്ള ഒരു സന്ദർഭമാണ് ക്രിസ്മസ്. സ്വർഗോന്നതങ്ങളിൽ ഇരുന്നിരുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പിറക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത്രയും ഉന്നത പദവിയിൽ നിന്ന് മനുഷ്യന്റെ പദവിയിലേക്ക് താഴോട്ടിറങ്ങുവാൻ തക്കവണ്ണം ദൈവം തിരുമനസ്സായത് എന്തുകൊണ്ടാണ് എന്ന് നാം ആലോചിക്കുന്നത് വളരെ അനിവാര്യമാണ്. ഉയർന്ന പദവിയിൽ നിന്ന് താഴെ പദവിയിലേക്ക് സാധാരണ ഇറങ്ങി വരുവാൻ മനുഷ്യ മനസ്സുകൾക്ക് സന്തോഷമായിരിക്കുകയില്ല. താഴ്ന്ന പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ എന്ത് മാർഗമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് മനുഷ്യ മനസ്സിൽ സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ ദൈവം നേരെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത്. ഉയർന്ന പദവിയിൽ നിന്ന് താഴോട്ടുള്ള പദവിയിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ താഴെ പദവിയിലുള്ള മനുഷ്യവർഗത്തെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന അടിസ്ഥാന തത്വം നമ്മെ ഇവിടെ ബോധിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇത് നാം വളരെ വളരെ ഗൗരവമായി തന്നെ തിരിച്ചറിയണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ക്രിസ്മസ്. ഇത് ഈ അഗാധമായ സ്നേഹം എങ്ങനെ പ്രാവർത്തികമാക്കി എന്ന് ചോദിച്ചാൽ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനോട് പലരും സംസാരിച്ചു, അവസാനം അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പണം ചെയ്യുകയാണ്. നാം സാധാരണ ഒരാളെ സ്നേഹിക്കുന്നത് നാം സ്നേഹം കൊടുത്താൽ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൊടുക്കാത്ത സ്നേഹം തിരിച്ചു കിട്ടണം. എന്നാൽ ദൈവം ഇവിടെ നടപ്പിൽ വരുത്തിയത് മനുഷ്യ സ്നേഹം തിരിച്ചു കിട്ടണമെന്നുള്ള ആ ചിന്തയല്ല, തിരിച്ചു കിട്ടിയില്ലെങ്കിലും മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറയുന്നൊരു ചിന്തയാണ്. ആ അഗാധമായ സ്നേഹത്തിൻ്റെ പേരാണ് അഗാപ്പെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിഷ്കാമ കർമ്മം എന്ന് വേണമെങ്കിൽ ഹൈന്ദവ ചിന്തയിൽ ഇതിനോട് നേരിയ ബന്ധം ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം. തിരിച്ചൊന്നും ലഭിക്കുന്നില്ലെങ്കിലും, തിരിച്ച് സ്നേഹം ലഭിക്കുന്നില്ലെങ്കിലും മനുഷ്യനോടുള്ള സ്നേഹം നദീപ്രവാഹം പോലെ ഒഴുകി താഴോട്ടെത്തുന്നു. ഇത് തിരിച്ചറിയുവാനുള്ള മനസ്സ് മനുഷ്യനുണ്ടായിരിക്കണം. മനുഷ്യനോടുള്ള സ്നേഹം ഏറെ അധികമായപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. എംപ്റ്റിനെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗത്തിന് പ്രതിഫലം ലഭിക്കണമെന്നില്ല. ത്യാഗമെന്ന് പറയുന്നത് പ്രതിഫലം ലഭിക്കാത്ത സ്നേഹത്തിന് നാം നൽകുന്ന പേരാണത്. ഇത് ക്രിസ്തുമസിൽ ഏറെ ഉണ്ട്. മനുഷ്യനെ സന്തോഷിപ്പിക്കുകയും മനുഷ്യന് വെളിച്ചം നൽകുകയും മനുഷ്യനെ സ്നേഹിച്ച് അവനെ വഴി നടത്തുകയും അവൻ്റെ എല്ലാ ആപത്തുകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 6 ദിവസം കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. 5 ദിവസവും സൃഷ്ടിച്ചത് മനുഷ്യനെ ആവാസ വ്യവസ്ഥിതിക്കുള്ള ക്രമീകരണങ്ങളാണ്. ആകാശവും ഭൂമിയും വെള്ളവും വെളിച്ചവും സൂര്യനും ചന്ദ്രനങ്ങളും അതുപോലെ സസ്യമൃഗാദികളെയും ഒക്കെ ദൈവം 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പക്ഷേ 6-ാമത്തെ ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് കലഹിക്കുകയാണ്. പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഈശ്വരനോട് കലഹിച്ചത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യനെ ദൈവത്തോട് കലഹിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തു. അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത്. എന്നിട്ട് പോലും തന്നോട് കലഹിച്ച മനുഷ്യനെ സഹായിക്കുവാനും സ്നേഹിക്കുവാനുമാണ് ദൈവം തയ്യാറായത്. ഈശ്വരനോട് കലഹിച്ചപ്പോൾ, സൃഷ്ടാവ് സൃഷ്ടിയോട് കലഹിച്ചപ്പോൾ ദൈവം ആത്മകഥം ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്. യഹോവ
മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുദപിച്ചു. അതിനർത്ഥം ഇവന്റെ കലഹം, സൃഷ്ടാവിനോടുള്ള കലഹം മുഖാന്തരമായി ഇവനെ സൃഷ്ടിക്കേണ്ടായിരുന്നു എന്നുവരെ തമ്പുരാൻ ചിന്തിക്കാൻ ഇടവന്നു എന്നുള്ളത് വിവേകമുള്ള മനുഷ്യൻ ഓർക്കേണ്ട സംഗതിയാണിത്. ക്രിസ്തുമസ് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. സന്തോഷം എന്ന് പറയുന്നത് പുറംമോടികളിലല്ല, അകത്ത് ആണ് സന്തോഷത്തിൻ്റെ പാരമ്പര്യം ഉണ്ടാകേണ്ടത്. സന്തോഷത്തിന് രണ്ട് തലമുണ്ട്: അകത്തെ സന്തോഷവും പുറംമോടികളിലുള്ള സന്തോഷവും. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദമാണ്. വേദനകളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും അകത്തെ സന്തോഷം നഷ്ടപ്പെടുകയില്ല. കാരണം രോഗങ്ങളോ ദുഃഖങ്ങളോ ദാരിദ്ര്യമോ ശത്രുപീഡനങ്ങളോ അപവാദങ്ങളോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആത്മീയമായ ആനന്ദം നമുക്കുണ്ടെങ്കിൽ ആ ആനന്ദത്തെ നശിപ്പിക്കുവാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നാൽ ബാഹ്യമായ സന്തോഷത്തിലാണ് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നെങ്കിൽ ആ സന്തോഷം ചെറിയ ചെറിയ വിഷമതകൾ, ദാരിദ്ര്യം, രോഗം, ശത്രുപീഡനം, അതുപോലുള്ള ക്ലേശങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ബാഹ്യമായ സന്തോഷം വളരെ പെട്ടെന്ന് തണുത്തു പോകും. നാം മുഖം വാടി, നമുക്ക് പലപ്പോഴും ഒറ്റപ്പെടുന്ന അവബോധമുണ്ടായിട്ട് നാം നിരാശരായിത്തീരും. അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് നൽകിയത് ആന്തരികമായ സന്തോഷം നമ്മളിൽ ഉണ്ടാകാനാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുന്നതും ആ അർത്ഥത്തിലാണ്. കർത്താവിൻ്റെ മാതാവായിരിക്കുന്ന മറിയത്തിനെ ദൈവ സന്നിധിയിൽ നിന്നുള്ള സന്ദേശം ലഭിച്ചപ്പോൾ ആ സന്ദേശത്തിൻ്റെ അനന്തരഫലം എന്തെന്ന്, അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ, സംസാരത്തിൻ്റെ, അറിയിപ്പിൻ്റെ അനന്തരഫലം എന്തെന്ന് ചിന്തിക്കുവാനല്ല മറിയാം ഇഷ്ടപ്പെട്ടത്. മറിയാം ഇഷ്ടപ്പെട്ടത് ദൈവശബ്ദം എന്തോ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും അത് മുഖാന്തരമുണ്ടായ ആത്മീയമായ ആനന്ദമാണ്. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് ആന്തരികമായിട്ടുണ്ടാകുമ്പോൾ മാത്രമേ ബാഹ്യമായ സമാധാനത്തെ തകർക്കുന്ന ദുരന്തങ്ങൾ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നാളിൽ നമുക്കുണ്ടാകേണ്ടത് ബാഹ്യമായ സന്തോഷമല്ല, ആന്തരിക സന്തോഷമാണ്. പക്ഷെ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ബാഹ്യമായ സന്തോഷങ്ങൾക്കാണ്. സമ്മാന പൊതി കൈമാറണം, നല്ല ആഹാരങ്ങൾ കഴിക്കണം, അതുപോലെ സന്ദേശം നൽകി ആഹ്ലാദിച്ച്, അങ്ങനെ ബാഹ്യമായ ആഹ്ലാദത്തിലാണ് ക്രിസ്തുമസിൻ്റെ ആഘോഷം നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതല്ല ദൈവം നമ്മിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴേ നമുക്കറിയാം, കേരളത്തിൽ കേരള ജനതയെ വീണ്ടും മദ്യം വിളമ്പുവാൻ ഭരണകൂടം ശ്രമിക്കുകയാണ്. മദ്യം കഴിച്ചുണ്ടാകുന്ന സന്തോഷമല്ല ക്രിസ്തുമസ് സന്തോഷം എന്ന് പറയുന്നത്. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ, ക്രിസ്തുമസിൻ്റെ നാളുകൾ കഴിയുമ്പോൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടും, കേരളത്തിൽ ഇത്ര കോടി രൂപയുടെ മദ്യം സാധാരണക്കാരൻ ഉപയോഗിച്ചു എന്ന് ഒരു വാർത്ത. ആ വാർത്ത ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരനെ വേദനിപ്പിക്കുമ്പോൾ ഏതാനും ചുരുക്കം പേർക്ക് കൂടുതൽ മദ്യം ഉപയോഗിച്ചു എന്ന ആ ഒറ്റ കാരണത്താൽ അവർക്കൊരു പക്ഷേ സന്തോഷിക്കുവാൻ പല കാരണങ്ങൾ അതായിരിക്കാം. പക്ഷേ സത്യം അതാണോ? അങ്ങനെയാണോ വേണ്ടിയത് എന്ന് നാം ഉറക്കെ ചിന്തിക്കണം. അതുകൊണ്ട് ബാഹ്യമായ സന്തോഷത്തെക്കാളും ആന്തരികമായ സന്തോഷമാണ് ക്രിസ്മസ് മുഖാന്തരമായിട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ആന്തരിക സന്തോഷമുള്ള മനുഷ്യ മനസ്സുകളിലാണ് വെളിച്ചം പ്രകാശിക്കുന്നത്. അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യൻ വെളിച്ചം കണ്ടു എന്ന് ക്രിസ്തു ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരുടെ പ്രവാചകനായിരുന്ന യേശയ്യാ വിളിച്ചു പറഞ്ഞു. അന്ധതയിലിരിക്കുന്ന, ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഏതാണ് ഈ വെളിച്ചം? കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാൻ തുടങ്ങിയപ്പോൾ ആകാശവിധാനത്തിൽ വലിയൊരു നക്ഷത്രം പൊട്ടിവിരിഞ്ഞത് നമുക്കറിയാം. ആ നക്ഷത്രം വെളിച്ചമാണ്. വെളിച്ചം എന്ന് പറയുമ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് വെളിച്ചമാണ്. ഇരുളിനെ ആദേശം ചെയ്യുന്നത്, ഇരുളിനെ മായിക്കുന്നത് വെളിച്ചമാണ്. രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നത് വെളിച്ചമാണ്. എക്സ്റേ എടുത്ത് അതുപോലെ തന്നെ റേഡിയേഷൻ നൽകി ഒരു തരം വെളിച്ചം മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വെളിച്ചം മനുഷ്യ ജീവിതത്തിൻ്റെ മാർഗദർശിയാണ്. അതും നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ, ആന്തരികമായ സന്തോഷം നമ്മളിൽ വർദ്ധിക്കട്ടെ.
മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മുടെ സന്തോഷം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ 2014 ക്രിസ്തുമസ് ആഘോഷം മുഖാന്തരമായി സർവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ നേരുകയും കൂടിയാണ് ഈ സമയത്ത് ഞാൻ. മാത്രമല്ല, ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാലത്തിന്റെ അനന്തതയിൽ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. 2014 അവസാനിക്കുന്നു, 2015 നമ്മൾ പ്രവേശിക്കുന്നു. ഓരോ നിമിഷവും മനുഷ്യജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിക്കണം, എന്താണ് ചെയ്യേണ്ടത്, ഏത് വിധത്തിൽ ഓരോ നിമിഷവും ചെലവഴിക്കണം എന്നുള്ള ആ ആസൂത്രണം വളരെ ആവശ്യമുണ്ട്. സമയത്തിന്റെ ആസൂത്രണം ആവശ്യമുണ്ട്. അതുകൊണ്ട് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ പുതുവത്സര ആശംസകളും ക്രിസ്തുമസ് മംഗളങ്ങളും നേർന്നുകൊണ്ട് മാർ ഗ്രിഗോറിയോസ് TV പ്രേക്ഷകർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.